വിശദാംശങ്ങൾ എന്താണ്? വേണു, കേരളത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ ഡബിൾ ഡക്കർ ട്രെയിനാണ് ഇപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കേരളത്തിലേക്ക് കൂടി നീട്ടിയതിൻ്റെ പാലക്കാട്ടേക്ക് കൂടി നീട്ടിയതിൻ്റെ ട്രയൽ റൺ ആണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ട്രയൽ റൺ ഏതാണ്ട് കോയമ്പത്തൂരിൽ വരെ തുടരും. കോയമ്പത്തൂർ എത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത ദിവസം മുതൽ, ഇതിൻ്റെ സമയക്രമമൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല, അത് അടുത്ത ദിവസം മുതലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണ ഓട്ടമാണ് ബുധനാഴ്ച നടക്കുന്നത്. റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിൽ ആദ്യ ഡബിൾ ഡക്കർ AC ചെയർ കാർ തീവണ്ടിയാണിത്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയാകും ഇതിൻ്റെ യാത്ര. അതോടൊപ്പം തന്നെ പൊള്ളാച്ചി വഴിയാകും യാത്ര. നവീകരിച്ചു വൈദ്യുതീകരണം പൂർത്തിയാക്കിയ പൊള്ളാച്ചി പാതയിൽ ആവശ്യത്തിന് വണ്ടികളില്ല എന്നുള്ള പരാതിക്ക് പരിഹാരം കാണുകൂടി ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സർവീസ് ആരംഭിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 10:45 പാലക്കാട് ടൗണിലെത്തിയത്. 15:05 പാലക്കാട് ജംഗ്ഷനിലും ഈ ട്രെയിൻ എത്തി. തിരികെ 35, അതായത് ഈ 11:35 ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുക. അതിനുശേഷം കോയമ്പത്തൂരിലാണ് അത് അവസാനിപ്പിക്കുക. എന്തായാലും ഈ ട്രെയിന് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഡബിൾ ഡക്കറായിട്ടുള്ള ഒരു ട്രെയിനാണ്. രണ്ട് ഭാഗങ്ങളിലും ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ട്രെയിൻ കേരളത്തിലേക്ക് ആദ്യമായി എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. എന്തായാലും അതിൻ്റെ പരീക്ഷണ ഓട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ട്രെയിൻ ഇവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്യും. വേണോ? ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.